കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം. കുടുംബത്തിന് എല്ലാ സഹായവും നൽകുന്നുണ്ടെന്നും വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കി. നിമിഷയുടെ കുടുംബം സാധ്യമായ എല്ലാ വഴികളും തേടുന്നുണ്ടെന്നും അറിയിച്ചു. കേസിൽ വിചാരണ കോടതിയുടെ വിധി യമൻ സുപ്രീം കോടതി ശരിവെച്ചിരുന്നു. ശിക്ഷയിൽ ഇളവ് നൽകണമെന്ന ആവശ്യം തള്ളുകയും ചെയ്തു. 2012 പാലക്കാട് കൊല്ലങ്കോട് സ്വദേശിനി നിമിഷപ്രിയ യമനിൽ ഒരു ക്ലിനിക്കൽ നഴ്സായി എത്തുന്നത്. അവിടെ വെച്ചാണ് യമൻ പൗരനായ തലാൽ അബ്ദുൾ മഹീദിയെ പരിചയപ്പെടുന്നതും തുടർന്ന് അയാളുമായി ചേർന്ന് ഒരു ക്ലിനിക്ക് ആരംഭിക്കുകയും ചെയ്യുന്നത്. സംരംഭം ലാഭത്തിലായതോടെ ഇയാൾ ഉപദ്രവം തുടങ്ങിയതായി നിമിഷ പരാതിപ്പെട്ടു. നിമിഷ അറിയാതെ ക്ലിനിക്കിന്റെ ഷെയർ ഹോൾഡറായി തന്റെ പേര് കൂടി ഉൾപ്പെടുത്തി മാസവരുമാനത്തിന്റെ പകുതി പണം കൈക്കലാക്കി. കൂടാതെ ഇയാളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ നിർബന്ധിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ഇതോടെ 2017 ജൂലൈയിൽ മയക്കുമരുന്ന് കുത്തിവെച്ച നിമിഷ തലാലിനെ കൊലപ്പെടുത്തി. പക്ഷേ സുഹൃത്തിനെ കൊല്ലാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്നും ഇയാളുടെ കയ്യിൽ ഉണ്ടായിരുന്ന തന്റെ പാസ്പോർട്ട് വീണ്ടെടുക്കുകയായിരുന്നു ലക്ഷ്യമെന്നുമാണ് നിമിഷ പറയുന്നത്. അബ്ദുൾ മഹദിയുടെ കുടുംബത്തെ നേരിൽ കണ്ട മോചനം സാധ്യമാക്കാൻ നിമിഷപ്രിയയുടെ കുടുംബം ശ്രമിച്ചിരുന്നുവെങ്കിലും അനുകൂല സമീപനം ഉണ്ടായിരുന്നില്ല. ഇയാൾ ഉൾപ്പെടുന്ന ഗോത്രത്തിന്റെ തലവന്മാരുമായി ചർച്ചകൾ നടത്തിയിരുന്നുവെങ്കിലും അതും അനുകൂലമായില്ല. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വിഷയം നിമിഷപ്രിയയുടെ കാര്യമാണോ. ഈ നിമിഷപ്രിയയുടെ കാര്യം നമ്മൾ ഒരു വട്ടം മുൻപ് ചെയ്തതാണ്. അപ്പോൾ ഇപ്പോൾ കിട്ടിയ ഒരു വാർത്ത ഏകദേശം ഒരു 1-2 days ആയിട്ട് അറിയാൻ പറ്റിയത് നിമിഷപ്രിയയുടെ വധശിക്ഷ ശരിവെച്ചു എന്ന സംഭവം. അതായത് പുള്ളിക്കാരി തൂക്കിലേറ്റാൻ പോവുകയാണെന്നുള്ളത്. തൂക്കിലേറ്റാൻ പോവുകയാണോ അതോ തലവെട്ടുകയാണോ എന്ന് അറിഞ്ഞൂടാ. യമൻ എന്ന് പറഞ്ഞ രാജ്യത്താണ് ഇത് നിലവിൽ നിമിഷപ്രിയ ഉള്ളത്. അതുകൊണ്ട് അവിടുത്തെ ശിക്ഷാരീതി എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും വധശിക്ഷയ്ക്ക് ശരിവെച്ചു അവിടുത്തെ പ്രസിഡന്റ്. നിമിഷപ്രിയയുടെ കാര്യം നമ്മൾ ഒരു വട്ടം ഡീറ്റെയിലായിട്ട് ചെയ്തതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ സംസാരിക്കുന്നില്ല. എന്നാലും അത് അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ തരാം. മലയാളി പാലക്കാട് സ്വദേശിയായിട്ടുള്ള നിമിഷപ്രിയ കല്യാണത്തിന് ശേഷം ഭർത്താവുമായിട്ട് യമനിലോട്ട് പോയതാണ് ജോലിയുടെ ആവശ്യത്തിന്. പുള്ളിക്കാരി നേഴ്സാണ്. അവിടെ എത്തിയിട്ട് ഒരു വ്യക്തിയെ പരിചയപ്പെടുക. യമൻ സ്വദേശിയായിട്ടുള്ള തലാൽ അബ്ദുൾ മഹദി എന്ന് പറഞ്ഞ ഒരാളെ പരിചയപ്പെട്ടു. അവരുമായിട്ട് വളരെയധികം നല്ല സൗഹൃദവും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഈ നിമിഷപ്രിയയ്ക്കും ഭർത്താവിനും. അപ്പോൾ ഇവരുടെ ഭാഗത്തു നിന്ന് അങ്ങനെ യാതൊരുവിധ മോശപ്പെട്ട ഒരു ഒന്നും ഉണ്ടായിട്ടില്ല. നല്ലൊരു ഫ്രണ്ടായിട്ട് തന്നെ ഈ പറഞ്ഞ തലാൽ അബ്ദുൾ മഹദി ഇവിടുത്തെ പെരുമാറി. പിന്നെ സ്വാഭാവികമായിട്ടും ഇവിടുന്ന് ഒരു ഫാമിലി അങ്ങനെ ചെല്ലുമ്പം അവർക്കും ഒരുപാട് ഉദ്ദേശങ്ങളുണ്ടാവും. ജോലി മാത്രം ആവണമില്ല, കുറച്ചും കൂടെ നല്ല രീതിയിൽ സെറ്റിലാവണം, അതിന് പണം വേണം എന്നൊക്കെയുള്ളൊരു ഉദ്ദേശം എന്തായാലും എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. അപ്പം അവിടുത്തെ ഒരാളെ എന്തായാലും നമുക്ക് ഫ്രണ്ടായി കിട്ടിയതുകൊണ്ട് ഇതൊരു ബിസിനസ് ആശയം പങ്കുവച്ചു. അതൊരു ക്ലിനിക്കായിരുന്നു. അപ്പം എന്തായാലും ഇന്ത്യക്കാർക്ക് ഒറ്റയ്ക്ക് അവിടെ ഒരു ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല, അവിടുത്തെ ഒരാളുടെ ഒരു ഇതില്ലാതെ, ഹെൽപ്പില്ലാതെ. അപ്പം അതുകൊണ്ട് തന്നെ ഇവർ പങ്കുവച്ചപ്പം ഇതിന് റെഡിയായിരുന്നു ഈ പറഞ്ഞ തലാൽ അബ്ദുൾ മഹദി. അങ്ങനെ ഇവർ തിരിച്ച് നാട്ടിലോട്ട് വരികയും പിന്നെ തിരിച്ച് ഇങ്ങോട്ട് പോവുകയും ചെയ്തു. നിമിഷപ്രിയയുടെ ഭർത്താവിന് നാട്ടിലോട്ട് പോകേണ്ട ഒരു സിറ്റുവേഷൻ എന്തോ വന്നു. അങ്ങനെ പുള്ളിക്കാരൻ നാട്ടിലോട്ട് തിരിച്ചു പോന്നു. നിമിഷപ്രിയ അവിടെ തന്നെ സെറ്റിലായി. പിന്നെ എന്തോ പുള്ളി നിമിഷപ്രിയയുടെ ഹസ്ബൻഡിന് തിരിച്ചു പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായി. എന്തോ ഇന്ത്യയും യമനും തമ്മിലുള്ള യുദ്ധമോ അങ്ങനെ എന്തോ മറ്റൊരു കാരണമായിട്ട്. അപ്പോൾ ഇത് മുതലെടുത്തുകൊണ്ട് ഈ പറഞ്ഞ തലാൽ അബ്ദുൾ മഹദി നിമിഷപ്രിയയെ ഇവിടെ പാസ്പോർട്ടും മറ്റു കാര്യങ്ങളൊക്കെ പിടിച്ചു വെക്കുകയും പുള്ളിക്കാരിയെ സ്വന്തം ഭാര്യയാണെന്ന് പറയുകയും വിവാഹം കഴിക്കാൻ നിർബന്ധിക്കുകയും ഒക്കെ ചെയ്തു. പിന്നെ ഒരുപാട് മാനസികമായിട്ടും ശാരീരികമായിട്ടൊക്കെ പീഡിപ്പിച്ചു എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ കണ്ടും സഹിച്ചും മടുത്തിട്ട് നിമിഷപ്രിയയും അവിടുത്തെ കൂട്ടുകാരിയായിട്ടുള്ള ഒരു പെണ്ണും കൂടെ വളരെ തന്ത്രപൂർവ്വം ഇയാളെ വിളിച്ചു വരുത്തുകയും ഇയാളെ കൊല്ലാൻ വേണ്ടിയിട്ടല്ല എന്നാണ് പറയുന്നത്, രക്ഷപ്പെടാൻ വേണ്ടിയിട്ടെന്നാണ് പറയുന്ന കാര്യം അറിഞ്ഞിടാം. ഇയാൾക്ക് ഡോസ് കൂടുതലായിട്ട് മയക്കുമരുന്ന് കൊടുത്തു. അതിൻ്റെ ഇതായിട്ട് ഇയാൾ മരണപ്പെട്ടു, ഈ തലാൽ അബ്ദുൾ മഹദി. ഓക്കെ, അപ്പോൾ ഇവർക്ക് ആകെ എന്താ ചെയ്യേണ്ടതായിട്ടൊരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പോൾ ഇവർ തന്നെ ഇയാളെ കഷ്ണങ്ങളാക്കി മുറിച്ച് വാട്ടർ ടാങ്കിൽ കൊണ്ടുപോയിട്ടു. അതാണ് നിമിഷപ്രിയക്കെതിരെയുള്ള കുറ്റം. നിമിഷപ്രിയയെ വധശിക്ഷയ്ക്ക് വിധിക്കുകയും സഹായിച്ച കൂട്ടുകാരിയെ ജീവപര്യന്തമാക്കി കൊടുക്കുകയും ചെയ്തു.
അപ്പോൾ ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, അതായത് ഓടി രക്ഷപ്പെട്ടു എന്നൊക്കെയാണ് പറയുന്നത്. നിമിഷപ്രിയ പറയുന്ന കാര്യം ഇങ്ങനെ ബോധരഹിതനായപ്പോൾ പേടിച്ചിട്ട് പുള്ളിക്കാരി ഓടിയെന്നും മറ്റൊന്നും തനിക്ക് അറിഞ്ഞൂടാ, ഈ പറഞ്ഞ കഷ്ണങ്ങളാക്കി മുറിച്ച് വട്ടങ്ങളിട്ട കാര്യം അറിഞ്ഞൂടാ എന്നൊക്കെ പറയും. നമുക്ക് അറിഞ്ഞൂടാ എന്താ സത്യം എന്നുള്ളത്. അപ്പം ഇതിൻ്റെ പിന്നിലുള്ള ഒരു സംഭവം ഇതാണ്. ഓക്കെ, അപ്പോൾ 2017 സംഭവം നടക്കുന്നത്. ഒരുപാട് വർഷങ്ങളായി, ഒരു 5-6 വർഷങ്ങളായി. അപ്പോൾ ഇങ്ങനെ ഈ സംഭവം നടന്നിട്ട് അതിന് ശേഷം നിമിഷപ്രിയക്ക് വേണ്ടിയിട്ട് ആരും സപ്പോർട്ടിൽ വന്നിട്ടില്ല എന്നുള്ള കുറേ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. കാരണം ഇങ്ങനെ ഒരു വിഷയം ആയതുകൊണ്ട് പല ആൾക്കാരും പലതും പറയുന്നുണ്ട്. നിമിഷപ്രിയ അറിഞ്ഞുകൊണ്ട് ചെയ്തതാണ്, ഇങ്ങനെ വെട്ടി കഷ്ണങ്ങളാക്കി ടാങ്കിലിട്ടത് വലിയൊരു തെറ്റാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നും, പിന്നെ അവർ തമ്മിൽ എന്തോ അവിഹിതം ഉണ്ടായതൊന്നും, അങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ സംസാരമുണ്ട്. നമുക്ക് അതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാ. ഓക്കെ, അപ്പോൾ അങ്ങനെ പല ആൾക്കാരും പലതും പറയുന്നുണ്ട്. പിന്നെ ഞാനിപ്പോൾ അടുത്ത് ഇങ്ങനെ നിമിഷപ്രിയയുടെ കാര്യം ഇങ്ങനെ കണ്ടപ്പോൾ കുറേ കമൻസുകൾ കണ്ടു. കമൻസിൽ കുറേ മുസ്ലിംസ് അല്ല, മറ്റുള്ള സഹോദരന്മാർ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇതിപ്പോൾ നിമിഷപ്രിയ വരെ ആയിഷ എന്നോ അമിന എന്നോ ഖദീജ എന്നോ ഫാത്തിമയൊക്കെ ആയിരുന്നെങ്കിൽ രക്ഷപ്പെട്ടേനെ എന്നുള്ള കുറേ കാര്യങ്ങൾ. ഒരു മുസ്ലിം രാജ്യത്ത് മുസ്ലിം ആയിട്ടുണ്ടായിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലും ഈ വധശിക്ഷ ഒഴിവാക്കുമായിരുന്നു, അല്ലെങ്കിൽ ഇവിടുത്തെ ആളുകൾ, ഇന്ത്യയിലെ ആളുകൾ അവർ രക്ഷിക്കുമായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഞാൻ അതിനോട് യോജിക്കുന്നില്ല. കാരണം ഇവിടെ ഒരു പ്രശ്നം നിലവിലുണ്ട്. ഈ വെട്ടി കഷ്ണങ്ങളാക്കി ടാങ്കിൽ ഇട്ടു എന്നുള്ള സംഭവം, അതുകൊണ്ടൊക്കെയാണ് ഈ കേസ് ഭയങ്കര സീരിയസ് ആയിട്ട് പോയത്. അതായത് ഇതിൻ്റെ ഒരു ലെവല് മാറിയത്. ഒരാളെ വെട്ടി കഷ്ണങ്ങളാക്കി കളഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ അതൊരു ക്രൈമായിട്ട് പോകും. കുറ്റം ചെയ്തിട്ടും ആ കുറ്റം ഒളിപ്പിക്കാനുള്ള ശ്രമം ഉണ്ടല്ലോ. അപ്പോൾ അത് ആ വകുപ്പ് നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ അതൊരു തെറ്റ് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഒക്കെ ഇതുകൊണ്ടാവാം നിമിഷപ്രിയക്ക് വധശിക്ഷ കൊടുക്കാനുള്ള കാരണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്ന കാര്യം. പിന്നെ ഓരോ രാജ്യത്ത് ഓരോന്നാണ്. ഇപ്പോൾ നമ്മൾ ഫോറിൻ കൺട്രീസ് അല്ല, സൗദി അറേബ്യ പോലത്തെ രാജ്യങ്ങളെടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ ഭയങ്കര ശിക്ഷയാണ്. അവിടെ ഇന്ന ആളുടെ മോനെന്നും മോളൊന്നും ഇല്ല. അവിടെ ആര് കുറ്റം ചെയ്തവന് ശിക്ഷയാണ്. കട്ടവൻ്റെ കൈ മുറിക്കണം എന്നൊക്കെയാണ് അവിടുത്തെ നിയമം. അതുപോലെ തന്നെ കൊന്നവനെ കൊല്ലണം, അതാരാണെങ്കിലും. അപ്പം അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് യമൻ അതുപോലെ ഒരു അറബ് രാഷ്ട്രമാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരിങ്ങനെ വധശിക്ഷയ്ക്ക് വിധിച്ചിട്ടുള്ളത്. അപ്പോൾ സംഭവം ഈ നിമിഷപ്രിയ അനുഭവിച്ചിട്ടുള്ള ഒരുപാട് പീഡനങ്ങളും ഒരുപാട് ബുദ്ധിമുട്ടുകളും അതുകൊണ്ട് പറ്റിപ്പോയ ഒരു തെറ്റ് തന്നെ പറയാൻ പറ്റുമോ? എനിക്കങ്ങനെ തോന്നിയത്. അപ്പോൾ അതൊരു കുറ്റം തന്നെയാണ്, ചെയ്ത കൊലപാതകം അത് കുറ്റം തന്നെയാണ്. പക്ഷെ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല, കൊല്ലാൻ വേണ്ടി ചെയ്തതല്ല എന്നാണ് പറയുന്നത്. രക്ഷപ്പെടാൻ വേണ്ടി ചെയ്തതെന്നാണ് പറയുന്ന കാര്യം. ഓക്കെ, അപ്പോൾ നിലവിലിപ്പോൾ യമൻ പോലത്തെ രാജ്യങ്ങളൊന്നും ഈ കേസുകളൊന്നും കൂടുതലായിട്ട് ഡീറ്റെയിലായിട്ട് അന്വേഷിക്കാനോ അല്ലെങ്കിൽ ഒന്നും പോകത്തില്ല. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഒരുപാട് അന്വേഷണങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഒരു വിധി വരുത്തുള്ളൂ. പക്ഷെ അവിടെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സാഹചര്യ തെളിവുകളും കാര്യങ്ങളും കണ്ടാൽ മതി, അവർ പിടിച്ചകത്താക്കും. അതാണ് ഈ അറബ് രാഷ്ട്രങ്ങളുടെ ഒരു ഇത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നാട്ടിലുള്ള ഒരുപാട് വ്യക്തികളും ഈ പറഞ്ഞ നിമിഷപ്രിയയുടെ അമ്മയും എല്ലാവരും കൂടെ കൂടിയിട്ട് ഇതിന് വേണ്ടിയിട്ട് കുറേ നിമിഷപ്രിയെ മോചിപ്പിക്കാൻ വേണ്ടി ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്, ഒരുപാട് ഇപ്പോഴും ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ വന്നൊരു വാർത്തയാണത്, നിമിഷപ്രിയക്ക് വധശിക്ഷ ശരിവെച്ചുള്ളത്. അപ്പോൾ നിമിഷപ്രിയക്ക് രക്ഷപ്പെടാൻ വേറൊരു സംഭവം. അപ്പോൾ പല ആളുകളുടെയും കമൻറ്റുകൾ കണ്ടപ്പോൾ എനിക്ക് സംസാരിക്കണമെന്ന് തോന്നി കേട്ടോ. അതാണ് ഞാൻ സത്യത്തിൽ വീഡിയോ ചെയ്യാനുള്ള കാരണം. പല ആളുകളും നിമിഷപ്രിയ മുസ്ലിം ആയിരുന്നെങ്കിൽ നിമിഷപ്രിയ രക്ഷപ്പെടുമായിരുന്നു, പേര് ഫാത്തിമ എന്നായിരുന്നെങ്കിലോ ഖദീജ എന്നായിരുന്നു രക്ഷപ്പെടുമായിരുന്നു എന്നൊക്കെ പല കമൻസുകൾ പല രീതിയിൽ ആളുകൾ ഇട്ടിട്ടുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ, ഇതുപോലത്തെ രാജ്യത്ത് എന്തൊക്കെ പറഞ്ഞാൽ രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ അതീസുള്ള കാര്യമില്ല. അത് ആര് കുറ്റം ചെയ്താലും, മുസ്ലിം ആയാലും ക്രിസ്ത്യാനായാലും ഹിന്ദു ആണെങ്കിലും അവർ പിടിച്ചു കഴിഞ്ഞാൽ പിടിച്ചാൽ യാതൊരു തെളിവും കാര്യങ്ങളൊന്നും ഡീറ്റെയിലായിട്ട് അവർ അന്വേഷിക്കാനോ പിടിക്കാനൊന്നും പോകില്ല. നമ്മൾ ഇന്ത്യയല്ല, അത് രാഷ്ട്രം വേറെയാണ്. രണ്ടാമത്തെ കേസ്, നിമിഷപ്രിയക്ക് രക്ഷപ്പെടാൻ പറ്റും. അതിന് ഇതുപോലെ സൗദി അറേബ്യ പോലത്തെ രാജ്യങ്ങളിൽ ബ്ലഡ് മണി എന്ന സംഭവമുണ്ട്. ഈ പറഞ്ഞ ഈ മഹദിയുടെ വീട്ടുകാരോ കുടുംബക്കാരോ ബ്ലഡ് മണി സ്വീകരിക്കാൻ റെഡിയാണെങ്കിൽ നിമിഷപ്രിയക്ക് മോചിത ആവാം. പക്ഷെ ഞാൻ അറിഞ്ഞത് ഇവർ അതിന് തയ്യാറല്ല. പല ആൾക്കാർക്കും പല അഭിപ്രായങ്ങളുണ്ട് എന്നാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു വിഷയം, ഈ പറഞ്ഞ നിമിഷപ്രിയയുടെ വധശിക്ഷ ശരിവെച്ചത്, അതുകൊണ്ടുള്ളൊരു വിഷയങ്ങളുണ്ട് അവിടെ.
പക്ഷേ നമ്മൾ പറഞ്ഞ മറ്റുള്ള ആൾക്കാരെ കാര്യം നോക്കുകയാണെങ്കിൽ ഇപ്പം അടുത്ത് നമ്മൾ എല്ലാവരും കൂടെ പൈസ സ്വരൂപിച്ച് രക്ഷപ്പെടുത്തിയ ഒരാളുണ്ടല്ലോ. അപ്പോൾ അബ്ദുറഹീമിൻ്റെ കേസൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ മരിച്ച കുട്ടിയുടെ വീട്ടുകാരും കുടുംബക്കാരൊക്കെ ബ്ലഡ് മണി സ്വീകരിക്കാൻ റെഡിയായിരുന്നു. അതുകൊണ്ടാണ് അബ്ദുറഹീമിനെ രക്ഷിക്കാൻ സാധിച്ചത്. അല്ലെങ്കിൽ ഒരിക്കലും സാധിക്കില്ല. അതിപ്പോൾ അബ്ദുറഹീം അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ എന്ത് മിസ്റ്റേക്ക് പറ്റി ചെയ്താണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല, രക്ഷിക്കാൻ പറ്റില്ല. അപ്പോൾ അവിടെ ഡിഫറൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ പല ആൾക്കാരും തെറ്റിദ്ധാരണ കൊണ്ട് ഒരുപാട് കമൻറ്റ്സ് ഞാൻ കണ്ടു, ഒരുപാട് കമൻറ്റ്സ്. ആ കമൻറ്റ്സിൽ മെൻഷൻ ചെയ്തേക്കുവാണ് നിമിഷപ്രിയ മുസ്ലിം ആയിരുന്നെങ്കിൽ നിമിഷപ്രിയ രക്ഷപ്പെടുമായിരുന്നു. ഒരിക്കലും ഞാനത് പറയില്ല. കാരണം സൗദി അറേബ്യയിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, മുസ്ലിംസ് ആയിട്ടുള്ള ആൾക്കാർ തന്നെ ഇപ്പം അടുത്തും കൂടി സംഭവം ഉണ്ടായി. ആളെ പേരൊന്നും പറഞ്ഞിട്ടില്ല. ഇപ്പം അടുത്തും കൂടെ വിഷയം ഉണ്ടായിട്ടുണ്ട്. അയാൾ മുസ്ലിമാണ്, ഒരു കൊലപാതകം ചെയ്ത ആളാണ്. അയാളെ പോലും തൂക്കിക്കൊന്നു. അവിടെ മുസ്ലിമോ ഹിന്ദു ഒന്നുമില്ല. ആര് കുറ്റം ചെയ്താലും അല്ലെങ്കിൽ കുറ്റം ചെയ്യേണ്ട, ചിലപ്പോൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടായി ആൾ തട്ടിപ്പോയാൽ മതി, എന്നാൽ തന്നെ അവിടെ തല പോകും. അതാണ് അവിടുത്തെ നിയമം. അപ്പോൾ അതിപ്പോൾ നിമിഷപ്രിയ മുസ്ലിം ആവാത്തതുകൊണ്ടാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ആൾക്കാർ വെറുതെ ഇങ്ങനെ ഓരോന്ന് പറയാണ്. അപ്പോൾ അതൊന്നും സത്യം പറഞ്ഞാൽ യാതൊരു ഇതുമില്ല, കാര്യമില്ല. ഒരു മതത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല സൗദി പോലത്തെ രാജ്യങ്ങൾ ശിക്ഷ കൊടുക്കുന്നത്. അത് ആരാണെങ്കിലും, ഏത് അവിടുത്തെ രാജകുമാരനാണെങ്കിലും മുസ്ലിം ആണെങ്കിലും തല പോകും. അതാണ് അവിടുത്തെ നിയമം. ഓക്കെ. അപ്പോൾ ബ്ലഡ് മണി സ്വീകരിക്കാൻ റെഡി ആയി കഴിഞ്ഞാൽ രക്ഷപ്പെടാം. അതിപ്പം ഇനിയിപ്പോൾ അറിഞ്ഞുകൊണ്ട് ചെയ്താലും അറിയാതെ ചെയ്താലും എങ്ങനെയാണെങ്കിലും ഓക്കെ. അതാണ് സൗദിയിലെ നിയമം. ആ രാജ്യത്തെ നിയമം അങ്ങനെയാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. ആ സഹോദരി തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ആ സഹോദരി എന്തായാലും നീതി അറിയിക്കേണ്ട ഒരാളായിരിക്കും. എന്തൊക്കെ പറഞ്ഞാലും ഒരു സ്ത്രീയാണ്, ഒരു പരിഗണന അത് ആവശ്യമുള്ള സംഭവമാണ്. ഞാൻ മനസ്സിലാക്കണം. ആ നിമിഷത്തേക്ക് ഒരു മോളൊക്കെ ഉണ്ട്. ആ കുട്ടിയുടെ അവസ്ഥയൊക്കെ ഞാൻ വല്ലാതെ സങ്കടപ്പെടുത്തുന്നതാണ്. ആ കുട്ടിയെ എനിക്ക് തോന്നുന്നു ആ കുട്ടിയുടെ അമ്മയെ ശരി കണ്ടിട്ട് പോലും ഇല്ലാന്ന് തോന്നുന്നു. അപ്പോൾ ഒരു സ്ത്രീയാണ്. അപ്പോൾ ഒരു മാനസിക പരിഗണന കൊടുക്കുന്നത് എപ്പോഴും നല്ലതാണ്. കാരണം ഒരുപാട് പീഡനങ്ങളും കാര്യങ്ങളൊക്കെ സഹിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് അപ്പോൾ എൻ്റെ ഒരു ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ, അവർ പറഞ്ഞ അവരുടെ കുടുംബം, ഈ മഹദിയുടെ കുടുംബം ബ്ലഡ് മണി സ്വീകരിക്കാൻ റെഡി ആണെങ്കിൽ നമ്മൾ ആ കുട്ടിയെ സഹായിക്കണം എല്ലാവരും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ. അപ്പോൾ അത്രേ ഉള്ളൂ എൻ്റെ വീഡിയോയിൽ. അടുത്ത വീഡിയോ കാണാം. ബൈ.